ആമീസ് അടുക്കള ആൻഡ് ബ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഹൈദരാബാദി മട്ടൻ മസാലയാണ്. അത് ആദ്യം മട്ടൻ നമുക്ക് വേവിക്കാൻ വെക്കാം. അതിന് പിന്നായിട്ട് മസാല പുരട്ടുന്നത് എങ്ങനെയാണെന്ന് കാണാം. കുക്കർ എടുത്ത് നമുക്ക് മട്ടൻ കുക്കറിലോട്ട് ഇടാം. അതാകുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് 1 കിലോ മട്ടനാണ്. ചെറിയ പീസാക്കി കഴുകി വൃത്തിയാക്കി എടുത്തതാ. ആദ്യം നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി, ഇത് എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ്. അപ്പൊ അതും 2 സ്പൂൺ ചേർക്കാം. എരിവ് വലുതായിട്ടില്ല. കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ ചേർക്കാം. ഗരം മസാല അതും 1/4 ടീസ്പൂൺ ചേർക്കാം. ഇനി ഇതിനകത്ത് വേണ്ടത് ചാറ്റ് മസാലയാണ്. അത് 1/2 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർക്കാം. ഇതിലോട്ട് തന്നെ ഒരു 3 സവാള അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത് 2 സ്പൂൺ ഉണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇതിലോട്ടിടാം. പുളിയില്ലാത്ത 2 സ്പൂൺ തൈര് കൂടെ ചേർക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മട്ടൻ നമ്മൾ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. മസാലയെല്ലാം ഇട്ട് നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് മട്ടൻ വേവിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് വേണം. മട്ടന്റെ വേവിന്റെ അനുസരിച്ച് വേവിച്ചെടുക്കണം. ചില മട്ടൻ പെട്ടെന്ന് വേവും, ചിലത് കുറച്ച് വേവ് കൂടുതലുണ്ട്. കുക്കർ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ മട്ടൻ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 8-9 വിസിലടിച്ചിട്ടുണ്ട്. ഇതിലെ കുക്കറിനകത്തിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അത് നമുക്കൊരു പാൻ വെച്ചിട്ട് കത്തിച്ചിട്ടുണ്ട്. അത് വെളിച്ചെണ്ണയ്ക്കകത്ത് ഞാൻ ഒരു പാൻ വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഹൈദരാബാദ് കറിക്കൊക്കെ മട്ടൻ കറിക്കും ഒക്കെ നല്ല ഓയിലാണ്. നമുക്ക് പക്ഷേ കുറച്ച് ഒഴിച്ചാൽ മതി. നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഈ മട്ടൻ നമുക്ക് അതിലോട്ട് ഇടാം. ആ ഫുൾ ഗ്രേവിയോടെ കൂടി ഇടണം. ഇതിനകത്തോട്ട് നമുക്ക് ഇതിൽ കിടന്ന് നന്നായിട്ട് ഇത് മസാല എല്ലാം ഇതേ പിടിച്ച് വറ്റി വരണം. അപ്പൊ അതുവരെ നമുക്കൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കാം. ഇളക്കിയിട്ട് എത്ര ഗ്രേവി വേണോ അതിൻ്റെ അനുസരിച്ച് ഡ്രൈയും ആക്കി എടുക്കുക, ഇച്ചിരി ഗ്രേവി ആയിട്ട് കൊടുക്കുക. ഇപ്പം ഞങ്ങളിത് ഗീ റൈസിലൂടെ കഴിക്കാം. അപ്പോൾ ഇച്ചിരി കുറച്ച് ഗ്രേവി വേണം. അങ്ങനെ നമുക്കിത് എടുക്കാം. 1 മുറി നാരങ്ങയുടെ നീരും കൂടെ അതിനകത്ത് ചേർക്കുന്നുണ്ട്. ഹൈദരാബാദ് മട്ടൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ഗീ റൈസിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് വീണ്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. എന്നിട്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ്സ് ഇടുകയൊക്കെ ചെയ്യണേ.